ഡാഡി ഡാഡി ഗിരിജ. പുലിമുരുകനിലെ പവർഫുൾ വില്ലനായ ഡാഡി ഗിരിജയ്ക്ക് പവർഫുള്ളായ ഈ ശബ്ദം നൽകിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മനോജ് നായരാണ്. നിരവധി സിനിമകളിൽ അദ്ദേഹം ശബ്ദം നൽകി നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തന്നു ഡാഡി ഗിരിജ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. കാരണം ഒരു വില്ലൻ്റെ പേര് ഡാഡി ഗിരിജ, ഒരു നമുക്കൊരു ബന്ധം വരുന്നില്ല അതിൽ. അപ്പോൾ ഞാൻ വൈശാഖിനോട് എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചത്, ഈ ഡാഡി ഗിരിജ. അപ്പോൾ അത് പുള്ളി ഗിരിജ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ. പിന്നെ എല്ലാവരും പുള്ളി വിളിക്കുന്നത് ഡാഡി എന്നാണ്. അങ്ങനെയാണ് ഡാഡി ഗിരിജ. നമ്മുടെ ഒരു വെറൈറ്റി പേരാണ്. അദ്ദേഹം തന്നെയാണ് ഒടിയനിൽ പ്രകാശ് രാജിനും ശബ്ദം നൽകിയത്. നിന്നെ പോലെ ചോര കണ്ടാൽ ഇവന്റെ കൈ വിറക്കില്ല, ചങ്കിലേക്ക് കത്തി ഇറക്കുമ്പോ കണ്ണു ചിമ്മില്ല. എന്റെ വലം കൈ ഇവന്റെ കൈ കൊണ്ടാണടാ രണ്ടെണ്ണത്തിനെ ഞാൻ തീർത്തത്. ഇന്ന് നിന്നെ തീർത്തിട്ട് കേളകത്ത് തറവാട്ടിലെ 2 തമ്പ്രാട്ടിമാരെ പച്ചയ്ക്ക് കൊടുത്തു മീരാവുണ്ണി. പക്ഷേ ഒടിയനിൽ മനോജ് നായർക്കൊപ്പം ഷമ്മി തിലകനും പ്രകാശ് രാജിന് ശബ്ദം നൽകിയിട്ടുണ്ട്. നീയൊക്കെ എന്താടാ വിചാരിച്ചത് മാണിക്കിനെ പറ്റി? അവനെ കുറിച്ചൊക്കെ പറയുമ്പോ നിന്റെയൊക്കെ നാവ് പോലും പറക്കണം. പ്ലാൻ ചെയ്യാം, നീയൊക്കെ പാടത്ത് വീണ് ചാവാതിരിക്കാൻ. നിങ്ങളെല്ലാരും കൂടിയാലും അവന്റെ കംപ്ലീറ്റ് രോമത്തെ പോലും തൊടാൻ പറ്റില്ല. പക്ഷേ മികച്ച ഡബ്ബിങ്ങിനുള്ള പുരസ്കാരം വന്നപ്പോൾ അത് ലഭിച്ചത് ഷമ്മി തിലകന് മാത്രമായിരുന്നു. இப்படி நான் போற இடலாம் என் பின்னாடி சுத்தி தரதுக்கு பதிலா why can't you just come home and talk to me? பிரியாவா இருந்திருக்கலாம். ஏன் அதுக்குள்ள எழுந்துச்சு? இது சொல்றதுக்கு சாருக்கு 4 வருஷம் ஆச்சு. பிரியா, இவனுக்கு கிஸ் பண்ணி காமி, மூக்கு இடிக்காதன்னு. நான் உனக்கு பெர்மிஷன் தரேன். இது யாரு? அக்கா. அப்படின்னா பையனா இன்ஜினியர், பொண்ணுனா டாக்டர். നിങ്ങൾ ഇപ്പോൾ കണ്ട 2 സീനുകളിലും കേട്ട ശബ്ദം അവരുടെ സ്വന്തം ശബ്ദമല്ല. നൻപൻ സിനിമയിൽ ഇലിയാനയ്ക്ക് വേണ്ടിയും ആടുകളത്തിൽ തപ്സിക്ക് വേണ്ടിയും ഡബ്ബ് ചെയ്തിരിക്കുന്നത് നടി ആൻഡ്രിയ ആണ്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ നിമിഷ സജയന്റെ പെർഫോമൻസ് അതിഗംഭീരമാണ്. അതോടൊപ്പം തന്നെ നിമിഷയുടെ ശബ്ദവും അതിനൊപ്പം മികച്ചു നിന്നു. പക്ഷേ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ നിമിഷ സജയന്റേത് സ്വന്തം ശബ്ദമല്ല. നിമിഷയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് നടി സൃന്ദയാണ്. എന്താ നിന്റെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നമൊക്കെ വാസുവിന് അറിയാവുന്നല്ലോ. അതൊക്കെ എനിക്കറിയാം. നിന്റെ ഈ തീരുമാനത്തിനുള്ള കാരണം എന്താണെന്ന് പറ. ആ പരമമാവനെയും കുടുംബത്തെയും വഴിയാധാരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നീ കൂടുതൽ പുണ്യാളനാവല്ലേ? നീയും കൂടി കൂട്ടി നിന്നിട്ട് അവര് വീട് മേടിച്ചത്. അങ്ങനെ ഞാൻ തൂങ്ങുകയാണെങ്കിൽ തമിഴത്തികളെ ഒന്നടങ്കം കൊന്നു കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രനായിരുന്നു ജയസൂര്യയ്ക്ക് ശബ്ദം നൽകിയത്. കഥാപാത്രത്തിന് യോജിച്ചിട്ടുണ്ട് ആ ശബ്ദം. പിന്നീട് നമ്മൾക്ക് സുപരിചിതമായ സ്വന്തം ശബ്ദം തന്നെ അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങി. എന്നാൽ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന സിനിമയിൽ കലാഭവൻ ഹനീഫിന് ഒരു ചെറിയ സീനിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത് ജയസൂര്യയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന് അന്തസ്സ് കളയുന്ന പ്രശ്നം. തന്റെ കോൺട്രാക്ട് മൊത്തം ഞാൻ ക്യാൻസൽ ചെയ്തോളെ. അയ്യോ സാർ, അവർ വന്ന ഉടനെ മായിച്ചോളേ സാർ. പറ്റില്ല, ഇപ്പൊ തന്നെ വേണം. ഇപ്പോഴോ? അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ താൻ നഷ്ടപരിഹാരം തരേണ്ടി വരും. ഇല്ല സാർ, വേണ്ട സാർ, ഞാൻ തന്നെ ശരിയാക്കി തരാം സാർ. ഞാൻ തീ കുരുത്ത. ഭാഗ്യലക്ഷ്മി 1-2 ചിത്രത്തിൽ ഒരേ സമയം 2 ആളുകൾക്ക് ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അവർ ഡബ്ബ് ചെയ്ത ചിത്രങ്ങളാണ് ഹിറ്റ്ലർ, തെങ്കാശിപ്പട്ടണം, തൊമ്മനും മക്കളും. ഹിറ്റ്ലറിൽ ശോഭനയ്ക്കും വാണി വിശ്വനാഥിനും അവർ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഈ തോടും ഈ പാടമൊക്കെ എന്റെ പേരിലുള്ളതാ. ഇതിലൂടെ വെള്ളം ഏതൊക്കെ പാടത്തേക്ക് ഒഴുകണം ഒഴുകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ, അല്ലാണ്ട് അച്ഛനല്ല. മര്യാദയ്ക്ക് നിങ്ങൾ അത് പൊട്ടിച്ചു വിടുന്നുണ്ടോ ഇല്ലയോ? ഇതുകൊണ്ടൊന്നും തീരാൻ പോണില്ല. എന്റെ ബാലേട്ടന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ആ നിമിഷം ഞങ്ങൾ 4 പേരും നിങ്ങളുടെ മുന്നിൽ വന്ന് തീ കൊളുത്തും. നിങ്ങളുടെ കൺമുന്നിൽ കത്തിച്ചാവലോ. തെങ്കാശിപ്പട്ടണത്തിൽ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനും. KDN കമ്പനിയും കേട്ടിട്ടുണ്ടോ? എന്താ? എന്നെ
കേടി കമ്പനി നോട്ടോട്ട് വെച്ചിരിക്കുക. എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അവന്റെ കാല് രണ്ടും വെട്ടിക്കളയെന്ന് അവര് പറഞ്ഞിരിക്കുന്നത്. എന്നെ രക്ഷിക്കണം. പക്ഷെ ചേട്ടൻ പേടിക്കണ്ട കേട്ടോ, അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം. മരണം വരെ കുറെ നേരമായല്ലോ മുതലാളിമാരെന്നും കേടിനും റൗഡിനും പറഞ്ഞ് വരട്ടാൻ തുടങ്ങിയിട്ട്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് 1 മണിക്കൂറായി. ഇനി 5 മിനിറ്റ് പോലും ആർക്കും വേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റ് നോക്കണം. തൊമ്മനും മക്കളും എന്ന സിനിമയിൽ സിന്ധു മേനോനും ലയയ്ക്കും ഡബ് ചെയ്തിരിക്കുന്നതും ഭാഗ്യലക്ഷ്മിയാണ്. എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. വീട് മാറിപ്പോൻ ഇതെന്താ ലക്ഷം വീട് പോകാൻ? ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ? ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. കിലുക്കം സിനിമയിൽ വട്ടുള്ള രേവതിക്ക് രേവതിയും വട്ടില്ലാത്ത രേവതിക്ക് ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദവുമാണ് പ്രിയദർശൻ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കിട്ടുന്നേട്ടാ, കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്.